ഓരോ കുഞ്ഞും അല്ലാഹു നിനക്ക് തരുന്ന ഓരോ മാതാപിതാക്കൾക്കും തരുന്ന അമാനത്താണ്. ആ അമാനത്തിനെ കൃത്യമായി പരിപാലിക്കൽ, അതിനോട് കാണിക്കേണ്ട കടമകൾ വീട്ടൽ, അതിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യൽ ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്, കടപ്പാടാണ്. അപ്രകാരം അതിന്റെ ബാധ്യതകൾ വീട്ടാതിരുന്നാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കുഞ്ഞിനെയും കൊല്ലാൻ ഒരാൾക്കും അനുവാദമില്ല, ഒരു കുഞ്ഞിനെയും ശിക്ഷിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. ഒരു മാതാപിതാക്കൾക്കും എന്റെ ഇഷ്ടപ്രകാരം മാത്രമേ എന്റെ മക്കളെ ഞാൻ വളർത്തൂ എന്ന് പറയാൻ അനുവാദമില്ല. ഇത് അല്ലാഹുവിന്റെ അമാനത്താണ്. അല്ലാഹു ഏത് രീതിയിലാണ് കുഞ്ഞിനെ വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ രീതിയിലെ നിനക്ക് നിന്റെ കുഞ്ഞിനെ വളർത്താൻ അനുവാദമുള്ളൂ, അല്ലാതെ നിന്റെ ഇഷ്ടപ്രകാരം വളർത്താൻ അനുവാദമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്കപ്പുറമേ പ്രഖ്യാപിച്ചു പോയി, നിങ്ങൾ കുഞ്ഞുമക്കളെ കൊന്നുകളയരുതേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വധിച്ചു കളയരുതേ. വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ പേരിൽ, പട്ടിണിയുടെ പേരിൽ, സമ്പത്തില്ലായ്മയുടെ പേരിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നു കുഴിച്ചു മൂടരുതേ, കൊല ചെയ്യരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, അവരെ ജീവിപ്പിക്കുന്നത്, അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് നാമാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചു പോയി സഹോദര. അതുകൊണ്ട് ഒരാളെയും കൊല്ലാൻ, ഒരു മക്കളെയും കൊല്ലാൻ ലോകത്തുള്ള ഒരാൾക്കും അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് പെൺമക്കളെ കുഴിച്ചു മൂടുന്ന ജാഹിലിയ്യ സമൂഹത്തിനെ നോക്കിയാണ് പരിശുദ്ധമായ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നത്, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊന്നുകളയരുതേ. അന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലായിരുന്നെങ്കിൽ, ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പേരിലായിരുന്നുവെങ്കിൽ, ഇന്ന് വഴിവിട്ട ബന്ധങ്ങളുടെ പേരിലല്ലേ സഹോദര, അവിഹിത ബന്ധങ്ങളുടെ പേരിലല്ലേ സഹോദര, സ്വന്തം ആനന്ദത്തിനും സുഖത്തിനും വേണ്ടി സ്വന്തം മക്കളെ കൊല്ലുന്ന കാലഘട്ടമല്ലേ സഹോദര. രൂപം മാറിയെങ്കിലും, കാരണങ്ങൾ മാറിയെങ്കിലും ക്രൂരത ഒന്ന് തന്നെയാണ് നടക്കുന്നത്. അന്ന് ദാരിദ്ര്യത്തിന്റെ പേരിൽ കൊന്നെങ്കിൽ ഇന്ന് വഴിവിട്ട ബന്ധങ്ങളുടെ പേരിലാണ് കുഞ്ഞുമക്കളെ കൊല ചെയ്യുന്നത്. ഒരിക്കലും പാടില്ല. അത് അല്ലാഹുവിന്റെ അമാനത്താണെന്ന് വിശുദ്ധമായ ഖുർആൻ. കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ അമാനത്താണ്. അതിനോടുള്ള ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ നിർവഹിക്കൽ ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. ഒരു സൈഡിൽ ഖുർആൻ ആയത്ത് ആ കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ വെച്ച് നീട്ടുമ്പോൾ, മറു സൈഡിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലിൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഒരു രക്ഷാധികാരിയാണ്, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. വ കുല്ലുകും മസ്ഊലിൻ അൻ റഅയതിഹി. നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടവരെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിന് കൃത്യമായി മറുപടി കൊടുക്കാതെ ഒരാൾക്കും നാളെ ഖിയാമത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു സൈഡിൽ പരിശുദ്ധമായ ഖുർആൻ കുഞ്ഞിനെ ജീവിക്കാനുള്ള അവകാശത്തെ വെച്ച് നീട്ടുമ്പോൾ, മറു സൈഡിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം, അതിനെ പൊന്നുപോലെ നോക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളുടെ കടമയാണ്, കടപ്പാടാണ്. അപ്രകാരം അതിനെ പരിപാലിച്ചില്ല എങ്കിൽ, അതിനെ പൊന്നുപോലെ നോക്കിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നാളെ മറുപടി പറയേണ്ടി വരും. സൂക്ഷ്മമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്താണ് ഈ കുഞ്ഞുങ്ങൾ, ഈ മക്കൾ എന്നുള്ളത്.